ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 2 പത്രോസ് 2-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. 2 Peter chapter 2 verses 7 and 8. ദുഷ്ടരുടെ ദുർവൃത്തി മൂലം വളരെ വേദന സഹിച്ച നീതിമാനായ ലോത്തിനെ അവരുടെ മധ്യ ജീവിച്ച ആ നീതിമാൻ അവരുടെ ദുഷ്പ്രവർത്തികൾ അനുദിനം കാണുകയും കേൾക്കുകയും ചെയ്തു. അത് അവൻ്റെ നീതിബോധമുള്ള മനസ്സിനെ പീഡിപ്പിച്ചു, വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിരന്തരം വേദന കുമിഞ്ഞുകൂടുന്ന ഒരു ഹൃദയമായി നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മാറും. അത് അവൻ്റെ മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചുറ്റുവട്ടത്തുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഈ പീഡിപ്പിക്കുന്ന എന്താ? ഇതിൽ നിന്ന് പിന്തിരിയുക, സാധാരണക്കാരെ പോലെ ആകുക, മറ്റുള്ളവരെ പോലെ ആകുക. ഓരോ കല്യാണ പാർട്ടി ചെല്ലുമ്പോഴും ഓരോ ഫംഗ്ഷൻ ചെല്ലുമ്പോഴും എല്ലാ സ്ഥലത്തും അവൻ്റെ മനസ്സിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. സാധാരണ പോലെ ആകുക, പിന്തിരിയുക. ഉറക്കെ പറയാം ഹല്ലേലൂയ. പക്ഷെ ലോത്ത് പിടിച്ചു നിന്നു. ലോത്തിൻ്റെ കൂടെ 10,000 ഉണ്ടായിരുന്നോ? 1000 പിന്നാലെ എന്ന് പറഞ്ഞുണ്ടോ? നേതാവേ മുന്നോട്ട് പൊക്കോ, ഞങ്ങൾ പിന്നാലെ ഉണ്ടായിരുന്നോ? ഇല്ല. ലോത്തും പിന്നെ ആ മക്കളെ പോലും കിട്ടിയോന്ന് സംശയമുണ്ട്. ഹല്ലേലൂയ. ഭാര്യയുടെ കാര്യം പോലും നമുക്ക് ഉറപ്പ് അത് പറയണ്ട. പകുതി മനസ്സായിരുന്നു. ലോത്ത് ചേട്ടനെ ഇഷ്ടമായിരുന്നെങ്കിലും പഴയതും ഉപേക്ഷിച്ച് പോകുന്ന സ്ഥലമൊക്കെ ഇഷ്ടമായതുകൊണ്ട് രണ്ടും വേണമെന്നുള്ള കൂട്ടത്തിൽ പെട്ടതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല, നമ്മളിപ്പോൾ അത് പറയണ്ടല്ലോ. കൃപയില്ല ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ലോത്ത് ഉറച്ചു നിന്നു, വേദന സഹിച്ചു. ഉറച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ വേദന സഹിക്കുക, ഞാൻ റെഡി. വേദന സഹിക്കുക, ഭാരം സഹിക്കുക, കണ്ണീര് ഒഴുക്കുക, കണ്ണീര് സ്വീകരിക്കുക. കണ്ണുനീരിൻ്റെയും വേദനയുടെയും ഒരു ജീവിതമാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ദൈവം അവന് പ്രതിഫലം നൽകി അങ്ങനെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. എല്ലാവരും ഒരു കൃപ, ദൈവത്തിൻ്റെ ഒരു പൈതൽ. ഈ കൃപ ഒരാൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. ദൈവം ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും മഴ പെയ്യിക്കുന്നത് പോലെ ദൈവം ആത്മീയ വൃഷ്ടി നമുക്ക് തരുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ. പക്ഷേ അത് ഹൃദയത്തിൽ സ്വീകരിച്ച് അതിന് വില കൊടുക്കുന്നവർ വളരെ വിരളമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളതിന് വില കൊടുക്കാൻ തുടങ്ങിയാൽ ദൈവം ഓരോ സമയത്ത് കൂടെ നിന്ന് നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു ആശ്വാസം, ഇടയ്ക്കിടയ്ക്ക് ഒരു പിന്തുണ ദൈവം നമുക്ക് തരുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ 100% അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ആയെന്ന് പറയല്ല, എന്നാലും മാനുഷികമായൊരു കാര്യം പറയാമല്ലോ. അങ്ങനെ ഇവിടുന്ന് സന്തോഷ് ബ്രദറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇരട്ടി കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് അട്ടപ്പാടി ചെന്ന് കമ്മിറ്റ്മെൻ്റ് എടുത്ത് അങ്ങനെ ശുശ്രൂഷകളൊക്കെ തുടങ്ങി. ശുശ്രൂഷകൾ തുടങ്ങുന്ന സമയത്ത് കർത്താവ് അതിശക്തമായ ചില പ്രേരണകൾ നമുക്ക് ഉള്ളിൽ തരും. അങ്ങനെ കമ്മിറ്റ്മെൻ്റ് എടുത്ത് പിന്നെ പ്രേരണ എടുത്ത് ഉള്ളിൽ തരുന്ന സമയത്ത് ദൈവം തന്നൊരു അതിശക്തമായൊരു പ്രേരണയാണ് അതായത് കർത്താവ് ഒഴികെ ബാക്കി ഒന്നിനും അധിക സ്ഥാനം കൊടുക്കാതിരിക്കുക. അത് യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായത്തിലുണ്ട്. ഒരു കർത്താവിൻ്റെ ഒരു ഉത്ബോധനമാണത്. ദൈവം ഒരാളെ വിളിച്ചാൽ ദൈവം ആ ആളിൽ കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചില ഉത്ബോധനങ്ങൾ ദൈവം നൽകും. അത് ദൈവവചനത്തിലൂടെയും പിന്നെ ആത്മാവിൻ്റെ പ്രേരണയിലൂടെയും നമുക്ക് ലഭിക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ ദൈവം എനിക്കൊരു ഉത്ബോധനം നൽകി. ആ ഉത്ബോധനത്തിൽ ഇങ്ങനെയാണ് പറയണത്. വായിച്ചു നോക്കി 8-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഇനി 11-12 വാക്യങ്ങൾ. തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട്
അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിലെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്നവനും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ശക്തമായിട്ടൊരു ദൂത് തന്നു. നീ ഈ ലോകം സഖ്യമെന്ന് വിളിക്കുന്നതിനെ സഖ്യമായി കരുതുകയോ ഈ ലോകം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. അങ്ങനെ നമ്മുടെ എല്ലാ കൂട്ടുകെട്ടുകളും, ഫ്രണ്ട്സിൻ്റെ മാത്രമല്ല ബന്ധുമിത്രാദികൾ, സർവ്വ കണ്ട് നമ്മളങ്ങോട്ട് 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തേക്കൊക്കെ കണ്ട് വെച്ചു. ഒരു കാര്യം മാത്രം, കർത്താവിൻ്റെ ശുശ്രൂഷ, വചനം പഠിക്കുക, വചനം പറയുക, കുമ്പസാരിപ്പിക്കുക, പാപികളുടെ മാനസാന്തരം, ഈ വചനം ധാരാളം വചനം എത്രമാത്രം എത്തിച്ചു കൊടുക്കാം അത്രത്തോളം വചനം എത്തിച്ചു കൊടുക്കുക. അങ്ങനെ കുഗ്രാമങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പോകാൻ തുടങ്ങിയതനുസരിച്ച് പിന്നെ പല കൂട്ടുകെട്ടുകളൊന്നും ഇല്ലാതായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1-2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള സമയത്ത് പിന്നെ പല ഞെരുക്കങ്ങൾ വരും. സാമ്പത്തിക ക്ലേശം, ഓരോ കാര്യങ്ങൾ, ഒരു ലൈഫല്ല, അനുദിനം ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പം ഇഞ്ചോടിഞ്ചൊരു പ്രശ്നം വരും. അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് ചില സമയം കർത്താവ്, ഞാൻ ഇത് കാണുന്നുണ്ട്, ഞാനിത് അറിയുന്നുണ്ട് എന്ന് കർത്താവ് നമുക്ക് ഒരു ബോധ്യം തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. അതായത് അച്ഛനിങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് 100% കർത്താവും കർത്താവിൻ്റെ കാര്യങ്ങളും, വേറൊന്നും അധികം നമ്മൾ അങ്ങനെയൊന്നും ഇതാക്കാതുള്ളത് 100% ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വളരെ സാമ്പത്തികമായി ഞെരുക്കം വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ പിന്നെ ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വാറ്റുചാരായക്കാരുടെ പൈസ വാങ്ങാൻ പാടില്ല, ബാറ് നടത്തുന്നവരുടെ പണം വാങ്ങാൻ പാടില്ല, കൊള്ളപ്പലിശ നടത്തുന്നവരുടെ പണം വാങ്ങാൻ പാടില്ല, കർത്താവ് അംഗീകരിക്കാത്ത ദൈവവചനം അങ്ങനത്തെ ഒന്നും വാങ്ങാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ട്, ഒരു അച്ചാറ് പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടം വന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ശുശ്രൂഷകരെല്ലാം വീട്ടിലേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കായി. അന്ന് ക്രിസ്മസ് സമയത്താണ്, ക്രിസ്മസാണോ ഈസ്റ്ററാണോ, ഒരു വിശേഷ ദിവസമാണ്. അന്ന് അവിടെ സെഗ്യൂരിൽ നോക്കുമ്പോൾ ആകെ ഉള്ളത് കുറച്ച് അരി ഇരിപ്പുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ സാധനമൊന്നും വെക്കാനും അറിയാൻ പാടില്ല. അങ്ങനെ വെക്കാനും അറിയാൻ പാടില്ലാതെ അങ്ങനെ ക്ലേശിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാരമില്ല, എന്തെങ്കിലും ഒരു പരിപാടി ദൈവം അറിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേട്ടത്തി, കുർബാനയ്ക്ക് താവളം പള്ളി വന്ന ചേട്ടത്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ അച്ഛന് കഞ്ഞി വെച്ച്, വീട്ടിൽ നല്ല തിരക്കുണ്ട്, അവിടെ കള്ളപ്പം ഉണ്ടാക്കണം, അരി പൊടിക്കണം, കള്ള് വാങ്ങണം, ഒരുപാട് തിരക്കുള്ള വീടാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതിനിടയ്ക്ക് അച്ഛനിവിടെ ആരുമില്ല, ഇന്ന് എല്ലാവരും വീട്ടിൽ പോയിരിക്കാമെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ കഞ്ഞി അടുപ്പത്തിട്ട് തന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി കഞ്ഞി അടുപ്പത്തിട്ടിട്ട് പോയി. കഞ്ഞി അടുപ്പത്തിട്ടിട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഉച്ചക്കത്തേനും കൂടെ ഒരു ഗ്ലാസ് അരിയും കൂടെ കൂടുതലിട്ടേക്കാൻ പറഞ്ഞു. ചേട്ടത്തിക്ക് കാരണം ഒന്നി ഒരു ഗ്ലാസ്സിന് പകരം ഒരു നാഴി അരിയിട്ടിട്ട് അരി പോയി. അത് ഞാൻ രാവിലെയും കുടിച്ചു, ഉച്ചയ്ക്കും കുടിച്ചപ്പോൾ കഞ്ഞിയെല്ലാം തീർന്നു പോയി. കഞ്ഞി ചോറാക്കാൻ അറിയാൻ പാടില്ല, നമുക്കിത് വാർക്കണ ഏർപ്പാട് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ കഞ്ഞിയായിട്ട് തന്നെ കുടിച്ചു, അത് തീർന്നു. ഉച്ച കഴിഞ്ഞ് 3 മണി 4 മണിയാകുമ്പോൾ ചായ വേണം. ചായ എന്ന് പറഞ്ഞാൽ എനിക്ക് ചായ കിട്ടിയിരിക്കുന്ന നല്ല ദേഷ്യം വരും. എൻ്റെ ചെറുപ്പത്തോട്ട് നല്ല ചായ കണ്ട് ഇഷ്ടമുള്ള ആളാണ്. ഇപ്പം പിന്നെ അധികം ഇഷ്ടമില്ല, പണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാനൊരു 3:30 ആയപ്പോഴത്തോട്ട് ചായ കിട്ടാൻ എന്തായാലും വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ചായയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, അപ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വരം വന്ന്, ചായ കുടിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യേ, അവിടെ താവളം ജംഗ്ഷനിലേക്ക് പോയാൽ അവിടെ ചായക്കടയുണ്ട്, അവിടെ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചോ, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇവിടെ ആരും ചായ തരാനില്ലെന്ന് ഉള്ളിൽ നിന്നൊരു തോന്നൽ. ഞാൻ പറഞ്ഞ്, ചായ കുടിക്കാൻ വേണ്ടി ഞാൻ താവളത്തേക്ക് വന്നത്, ഞാനായിട്ട് പോയിട്ടൊരു കടയിൽ നിന്ന് ചായ കുടിക്കുമെന്ന് വിചാരിക്കണ്ട, ഞാൻ മരിച്ചാലും ശരി ചായക്കടയിൽ പോയി ചായ കുടിക്കില്ലെന്ന് ഞാൻ അന്നോട് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ തൊട്ടടുത്ത് കോൺവെൻറ്റുകളുണ്ട്, എന്നാൽ കോൺവെൻറ്റ് ചെന്നാൽ സിസ്റ്റേഴ്സ് ചായ തരും. ഞാൻ പറഞ്ഞു, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല സിസ്റ്റർമാരാണ്, ഒരച്ഛൻ 4 മണി സമയത്ത് ചെന്നാൽ ചായ കുടിക്കാൻ വന്നതാണെന്ന് ആരും പറയാതെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാനായിട്ടൊരു ചായക്ക് വേണ്ടി ഒരു നാണക്കേടിന് ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, എനിക്ക് കർത്താവിന് തരാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. 5 മണിയായി, 6 മണി, ഒരു മനുഷ്യൻ ചായ തരണില്ല.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പം അടുത്ത് വരികയാണ്. എന്താണെന്നറിയോ? രാത്രിക്കത്തെ ഊണിൻ്റെ വിഷയം. അത് ഏറ്റവും വിശേഷ ദിവസം, ക്രിസ്മസ് ഈസ്റ്റർ എന്ന മെയിൻ ദിവസമാണ്. അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ചോറുമില്ല, 7 മണിയായി, രാത്രിക്കത്തെ ചോറോ കറിയൊക്കെ ഒന്നുമില്ല. ഞാൻ വീട്ടിലാണെങ്കിൽ പോയാൽ മതി. വീട്ടിൽ പോകുന്ന ഇടയ്ക്ക് തോന്നി, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പലതും തോന്നും, പോകരുത്. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന്. ഞാനില്ല, കുറേ നമ്മൾ വീട് ഉപേക്ഷിച്ച് പോകുന്നതാണ്, ഇനി വീട്ടിൽ പോയി കഴിക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 7-7:15 എനിക്ക് ദേഷ്യം കലശലായി. ഞാൻ മുറി അടച്ച്, ഞാൻ ലൈറ്റൊക്കെ നേരത്തെ ഓഫാക്കി, മുറി അടച്ച് ഞാൻ മുറിക്കുള്ളിൽ കയറി. എന്നിട്ട് പറഞ്ഞ് ഇനി ചായയും വേണ്ട, ചോറും വേണ്ട എന്ന് പറഞ്ഞ് മുറിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. കിടക്കാൻ പോവുക. പക്ഷേ വിശന്ന് പറഞ്ഞിട്ട് കിടന്നാൽ ഉറക്കം വരുമോ, പിന്നെ എഴുന്നേറ്റിരുന്നു. വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചു വെച്ചിട്ടില്ല, റസ്കോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 7:15 കഴിഞ്ഞപ്പം ഇങ്ങനൊരു വാതിലെ ശക്തമായിട്ട് നോക്കിങ് കേൾക്കാം. എനിക്ക് ഒന്നാമത് ദേഷ്യം വരുന്ന സമയത്ത് വേറെ ആളെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു ആരാന്ന് ചോദിച്ചു. ലൈറ്റൊക്കെ പുറത്തൊക്കെ ഓഫാക്കി ഞാൻ മുറി കിടന്നതല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനാച്ചാ, വാതിൽ തുറക്കൂ, അച്ഛൻ വല്ലതും കഴിച്ചോ? ആ കൃത്യസമയത്ത് ഈ ചോദ്യം തന്നെ ചോദിക്കാൻ വേണ്ടി ആളെന്തിനാ. ഞാൻ പറഞ്ഞു ഈ സമയത്ത് വേറെ ഒരു കാര്യം ചോദിക്കാനില്ലേന്ന് ചോദിച്ചു. ആരാതെന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു. എനിക്ക് മനസ്സിലാകണല്ലോ, എനിക്ക് ദേഷ്യം കൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു ഞാനാ, അച്ഛൻ ഊണ് കഴിച്ചോ? ഇതാണ് വീണ്ടും ചോദിക്കുന്നത്. ഞാൻ ആ സ്വരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വീട്ടിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്വരം. ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവനൊരു പാത്രം പിടിച്ച് അച്ഛൻ ഊണ് കഴിച്ചോ ചോദിച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നീ ഈ സമയത്താണ് ഊണൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി അച്ഛൻ ഊണെല്ലാം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കിടക്കാൻ പോകാമെന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ പറയുകയാണ് അച്ഛാ, ഇത് കൂട്ട് ഒരു പിടി കഴിക്കാതെ അച്ഛൻ കിടക്കരുത്. ഇത് കൂട്ട് ഒരു പിടി ഒരു 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 പിടി എന്നല്ല എന്ന് പറയണത്, ഒരു കൈ അല്ലേ, ഇത് കൂട്ട് ഒരു കൈ കഴിക്കാതെ അച്ഛൻ കിടക്കരുത്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ചില വാശി പിടിച്ച് കടന്നപ്പോൾ അപ്പൻ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ച്, ചിലപ്പോൾ ഊണ് കഴിക്കാതെ രാത്രിക്ക് കിടക്കും. അപ്പൻ എഴുന്നേറ്റ് കുറച്ച് അത്താഴം കഴിക്കാതെ കിടക്കരുത്, ഒരു പിടിയെങ്കിലും കഴിച്ചിട്ട് കിടക്കുമെന്ന് പറഞ്ഞ് അപ്പൻ എഴുന്നേൽപ്പിച്ച് അത്താഴം തരുന്ന ആ രംഭം എനിക്ക് ഓർമ്മ വന്നു. ഒരു പിടിയെങ്കിലും കഴിച്ചിട്ട് കിടക്കണച്ചാ, ഒരു പിടിയെങ്കിലും കഴിച്ചിട്ട് കിടക്കണച്ചാ എന്ന് പറഞ്ഞ് ഈ പാത്രം പിടിച്ച് ഈ ചെറുപ്പക്കാരൻ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെനിക്ക് വളരെ പരിചയമുള്ള എൻ്റെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ശുശ്രൂഷയെ സ്നേഹിക്കുന്നൊരു കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോൻ ഇതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൻ പറഞ്ഞത് 4 മണിക്ക് 3:30 ആയപ്പോൾ തന്നെ, അന്ന് വിശേഷ ദിവസമാണല്ലോ, നേരത്തെ അമ്മ ഫുഡ് റെഡിയാക്കി ഇവൻ്റെ കയ്യിൽ അത് കൊടുത്തു വിട്ടതാണ്. ഇത് അച്ഛനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു വിട്ടതാണ്. ഇവൻ അതുമായിട്ട് ബസ് കയറി അകളിയിലെത്തി. അപ്പോൾ ഇവൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ആളുകളെ കണ്ടു, സ്കൂളിലെ കുട്ടികളെ കണ്ടു. അവൻ പ്രധാന ദിവസമല്ല, സന്തോഷത്തിൻ്റെ ദിവസമല്ല, അവൻ ഈ ഇതൊക്കെ സൈഡിൽ വെച്ചിട്ട് അവൻ കളിക്കാൻ പോയി. അവൻ കളിയെല്ലാം കഴിഞ്ഞ് രാത്രി ഇരുട്ടിയപ്പോഴാണ് നോക്കുമ്പോൾ അച്ഛൻ്റെ ഫുഡ് കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലായത്. ഉടനെ അവൻ കിട്ടിയ ലാസ്റ്റ് ബസ്സിൽ കയറി അവൻ താവളത്ത് വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അച്ഛൻ ലൈറ്റെല്ലാം ഓഫാക്കി മുറി കയറിയിരിക്കുകയാണ്. മുറി കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ മനസ്സിലായി ഇന്ന് ഞാൻ അച്ഛൻ കഴിക്കില്ല, അച്ഛൻ എല്ലാം കഴിച്ച് നേരത്തെ കിടക്കാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ അമ്മ കൊടുത്ത് അച്ഛൻ കഴിച്ചില്ല, അച്ഛനെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അമ്മ അവനെ നിലം തുടിക്കില്ല, അടിച്ച് നിരപ്പാക്കി കളയും. അങ്ങനെ നല്ല അമ്മയാണ്. അതുകൊണ്ട് അവൻ പറയുകയാണ് അച്ഛൻ പേരിനെങ്കിലും ഇച്ചിരി കഴിച്ചിട്ട് കിടക്കച്ചാ, കാരണം അവന് അടിക്കുന്ന രക്ഷപ്പെടണം. അവൻ അതിനു വേണ്ടിയിട്ടാണ് പറയണത് ഒരു പിടിയെങ്കിലും കഴിക്കച്ചാ, പേരിനെങ്കിലും ഇച്ചിരി കഴിക്കണം അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഈ പാത്രം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം പറയണമെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ച് നോക്ക്. ഹല്ലേലൂയ. ഈ വാസ്തവം പറഞ്ഞാൽ ദൈവം നേരിട്ട് എൻ്റെ അപ്പൻ വന്ന് എന്നോട് പറയണം അതേപോലെ ദൈവം നേരിട്ട് ഒരു കുട്ടിയിലൂടെ സംസാരിക്കുന്നതായിട്ട്, ഒരു പിടിയെങ്കിലും കഴിക്കാതെ കിടക്കരുത്, ഒരു പിടിയെങ്കിലും ഊണ് കഴിച്ചിട്ടേ കിടക്കാവൂന്ന് വന്ന് അപ്പൻ ദൈവം നേരിട്ട് പറയണ പോലെ പറയണ ഒരു സ്വരം. ഞാൻ പിന്നെ അത് വന്ന് എൻ്റെ വിശപ്പ് പോയി, ഞാനത് വാങ്ങിച്ചു വെച്ചു. പിന്നെ കാരണം ദൈവം ഇങ്ങനെ നിൽക്കണ സമയത്ത് കഴിക്കാൻ പറ്റും. അത്രയും നമ്മുടെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. ശുശ്രൂഷയുടെ വേദനകൾ,
നമ്മുടെ ഞെരുക്കവും നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രയാസവും നമ്മുടെ മനസ്സിൻ്റെ സങ്കീർണത എല്ലാം ദൈവം കാണുന്നുണ്ട്. ചിലപ്പോൾ അവസാനത്തെ സെക്കൻഡ് വരെ ദൈവം നോക്കും, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേറെ വല്ല വഴിക്ക് പോകുമെന്ന് ദൈവം നോക്കും. പക്ഷെ ദൈവം കൂടെ നിന്ന് ഞാൻ അറിയുന്നുണ്ട്, ഞാനിതെല്ലാം കാണുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏലിയായെ ദൈവം വിളിച്ചു. ഏലിയായെ വിളിച്ച്, അല്ലെങ്കിൽ ഏലിയായ്ക്ക് ദൈവം കൃപ കൊടുത്തു അല്ലേ? ഏലിയായ്ക്ക് കൃപ കൊടുത്തു. ഏലിയായെക്കുറിച്ച് ബൈബിൾ പ്രഭാഷകന്റെ പുസ്തകം 48 വാക്യത്തിൽ എന്താ പറയണത്? അവൻ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അത്രയും തീയായിരുന്നു ഏലിയ, തീക്കട്ട. പക്ഷേ ഏലിയയുടെ സമയത്ത് എന്തായിരുന്നു സ്ഥിതി? അപ്പോഴാണ് അവിടെ ഒരു ജസബെല്ലും കൂട്ടരും തല ഉയർത്തി. ബാലിൻ്റെ വ്യാജ പ്രവാചകന്മാർ, സങ്കീർണ അന്തരീക്ഷം, ജനം കൂട്ടത്തോടെ അരാജകത്വത്തിലേക്ക് പോയ കാലമാണ് ഏലിയയുടെ കാലം. ദൈവത്തെ ഉപേക്ഷിച്ചത്, ഏകസത്യദൈവ ആരാധന ഉപേക്ഷിച്ച കാലം. ഏലിയ തന്നെ പറയുന്നത് എങ്ങനെയാണ്? ഒരുപാട് പേരെ കൊന്നു കളഞ്ഞു എന്നാണ് പറയണത്. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിനും തട്ടിക്കളഞ്ഞു. അതേപോലെ ക്രൂരത അരങ്ങേറിയൊരു കാലഘട്ടമായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് കണ്ട അപ്പോൾ കൊന്നു കളയും. അഗ്നിക്കട്ടയെ ഏലിയ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ പ്രത്യേകതയെ പറയണത്. അതിൻ്റെ നടുവിൽ പ്രിയപ്പെട്ട സഹോദരി, ഏലിയ പൊരുതി നിന്നു, ഈൽഡ് ചെയ്തില്ല, യുദ്ധം ചെയ്തു നിന്നു. എതിർ സാഹചര്യങ്ങളോട്, പ്രതികൂലത്തോട്. ദൈവത്തിൻ്റെ രാജ്യം വരാൻ വേണ്ടി ഇതേപോലെ റിസ്ക് എടുക്കുന്നവർ വേണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഏലിയായ്ക്ക് എല്ലാം സുഗമമായിരുന്നു വിചാരിക്കരുത്. ഏലിയായ്ക്ക് ഇഞ്ചോടിഞ്ച് യുദ്ധം ഉണ്ടായിരുന്നു. ഏലിയായ്ക്ക് സമാധാനമുള്ള കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായി നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഏലിയയുടെ തന്നിടൊന്ന് പഠിച്ചു നോക്കുക. അവസാനം കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വൃത്തിനുണ്ടായിരുന്നു, അദ്ദേഹത്തെയും വിട്ടിട്ട് ഏലിയ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം അവസാനത്തെ ഒരു വേദന അദ്ദേഹം പറയണത് എങ്ങനെയാണ്? ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഒന്നുകിൽ അങ്ങേ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവരെ കൊന്നു കളഞ്ഞു. ഏലിയ ഉയർന്നു വന്നപ്പോൾ അത്രയും പ്രതികൂലങ്ങൾ ചുറ്റിനോട് ഉയർന്നു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ അതിനെ നടുവിൽ പിടിച്ചു നിന്നു. അതുപോലെ വേറെ ദാവീദിനെ ദൈവം ഒരു കൃപ കൊടുത്തു. ദാവീദിന് മേൽ ഒരു അനുഭവം, ഒരു അഭിഷേകം ദൈവം കൊടുത്തു. ഈ അഭിഷേകവും ഈ ഒരു അനുഗ്രഹവും ഒരു കൃപയും ദാവീദിൻ്റെ ഉള്ളിൽ ദൈവം അങ്ങോട്ട് നിക്ഷേപിച്ചപ്പോൾ ദാവീദിന് ചുറ്റിനും പെട്ടെന്ന് സാഹചര്യങ്ങൾ നേരെ തിരിഞ്ഞു. ദാവീദ് റിസ്ക് എടുക്കാതെ കുഴപ്പമില്ലാതെ നടന്ന സമയത്ത് അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്ന് ഈ അഭിഷേകം സ്വീകരിച്ച് ഉത്തരവാദിത്വം എടുത്തോ അപ്പം തൊട്ട് അവന് ചുറ്റും വേഗം അന്തരീക്ഷം മാറി. അവനെ കൊല്ലാനും അവൻ്റെ സമാധാനം നശിപ്പിക്കാനും അവനെ ഇകഴ്ത്താനും അവനെ പുച്ഛിക്കാനും അവിടെ ആളുകളുണ്ടായി. കുന്തെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അങ്ങനെ സാവൂളിൻ്റെ കൊട്ടാരത്തിലെ ദാവീദിൻ്റെ സ്ഥിതി നമുക്കറിയാം. അങ്ങനെ ഈ ദാവീദ് ഈ അഭിഷേകം സ്വീകരിച്ചപ്പോൾ ദൈവം ദാവീദിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഈ ഓരോ, ഇപ്പം നോഹയ്ക്ക് ദൈവം ശക്തി കൊടുത്താണെങ്കിലും, ലോത്തിന് ദൈവം ശക്തി കൊടുത്തതാണെങ്കിലും, ഏലിയായി ദൈവം ശക്തിപ്പെടുത്തതാണെങ്കിലും, ഒരു വ്യക്തി ഞാൻ റെഡിയാണ് കർത്താവേ എന്ന് പറഞ്ഞ് സമർപ്പണം എടുത്താൽ ആ സമർപ്പണം എടുക്കുന്ന ആ വ്യക്തിക്ക് ദൈവം വീണ്ടും വീണ്ടും അഭിഷേകം കൊടുത്ത് ഇദ്ദേഹം എത്രമാത്രം പെയിൻ എടുക്കുന്നുവോ, ഇദ്ദേഹം എത്രമാത്രം ഒറ്റപ്പെടുന്നുവോ, ഇദ്ദേഹം എത്രമാത്രം ലോകത്തിൽ നിന്ന് വേർപാട് ആചരിക്കുന്നുവോ, എല്ലാത്തിനോടും യുദ്ധം ചെയ്യുന്നുവോ, എല്ലാറ്റിനോടും പകയോടെന്ന് കേട്ടല്ലേ, അതേപോലെയാണ് ഒരു ദൈവരാജ്യ വേല. എല്ലാറ്റിനോടും യുദ്ധത്തിലാണ്. എല്ലാറ്റിനോടും യുദ്ധത്തിലേക്ക് വരുന്നുവോ അതിനനുസരിച്ച് ദൈവം സ്വർഗത്തിൽ നിന്ന് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ ശക്തി വർദ്ധിപ്പിക്കുന്നതും ഇവനിങ്ങനെ ബലപ്പെടുത്തുന്നതും? പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് സിറ, ചാപ്റ്റർ 47 വേഴ്സ് 4. ആ മല്ലനെ കൊന്ന് ജനത്തിൻ്റെ അപമാനം. അപ്പോൾ
ഒരു ദൈവ പൈതലിന് ഒരാൾ കർത്താവിന് വേണ്ടി കമ്മിറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ആ വ്യക്തിയുടെ മേൽ വീണ്ടും വീണ്ടും ദൈവം ശക്തി പകരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ദൈവജനത്തിൻ്റെ അപമാനം നീക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവജനത്തിൻ്റെ ദുർഗതി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ഏലിയ ശക്തി പ്രാപിച്ചു, ദൈവം ഏലിയായ്ക്ക് വീണ്ടും ശക്തി പകർന്നു, ഏലിയ പ്രവർത്തിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഒരു വാതിലായി, ഒരു ശക്തിയായി അവൻ നിലകൊണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് ഉണർന്നു. ദാവീദ് വരുന്ന സമയത്ത്, ദാവീദ് അഭിഷേകം സ്വീകരിക്കുമ്പോൾ ശരിക്കും ഗോലിയാത്തിൻ്റെ മുമ്പിൽ ഈ ദൈവത്തിൻ്റെ ജനം ചപ്പും ചവറും പോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത അവസ്ഥ കിടക്കുകയായിരുന്നു. ഒരു 5 പൈസയുടെ വിലയില്ലാതെ വീരിയില്ലാത്ത ജനമായിട്ട് കിടക്കുകയായിരുന്നു. ആർക്കും കയറി ചവിട്ടാം. അതാണ് ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞതാണ് അധിക്ഷേപിക്കുന്നത്. ആ അധിക്ഷേപം കേട്ടപ്പോൾ ഈ കൃപയുണ്ടായിരുന്ന ദാവീദ് ഉത്തരവാദിത്തം എടുക്കാൻ തയ്യാറായി. അവന് വേറെ അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ എന്നെ രൂപതകൾ അപ്പോയിൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എന്നെ സഭ നിയമിച്ചാൽ ഞാൻ കുറച്ചൊക്കെ ഒരു കോർഡിനേറ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് ലീഡറായിട്ടോ അപ്പോയിൻറ്റ് ചെയ്താൽ കുറച്ചൊക്കെ ഞാൻ ചെയ്യാം. അല്ലാതെ വെറുതെ ആർക്ക് വേണ്ടി ചെയ്യണത്? അങ്ങനെ നിങ്ങൾ അപ്പോയിൻറ്റ്മെൻറ്റ് കിട്ടിയിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ദൈവകൃപയും ദൈവത്തിൻ്റെ അഭിഷേകം അങ്ങനെ അപ്പോയിൻറ്റ്മെൻറ്റിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം. ആർക്കാണോ ദൈവകൃപയുള്ളത്, ആരാണോ അഭിഷേകം, അവർ ഈ പെയിൻ എടുക്കാൻ, ഈ കഷ്ടത സഹിക്കാൻ, ഈ ത്യാഗം സഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നതനുസരിച്ച് ദൈവം ബലം കൂട്ടിക്കൊണ്ടിരിക്കും. ദാവീദിന് പ്രത്യേകിച്ച് അപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഈ ദൈവജനത്തെ അധിക്ഷേപിക്കുന്ന അധിക്ഷേപങ്ങൾ അവൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ തന്നെ അവൻ അതിൻ്റെ റിസ്ക് എടുക്കാൻ തയ്യാറായി. അവൻ പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുന്ന ഈ അപരിശുദ്ധൻ ആരാണ്? ഇവനെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ ആളില്ലേ? ആ 2 കല്ല് ഉണ്ടായിരുന്ന 2 സാധനം എടുത്ത് പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, അവിടെ ദൈവം അവൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്നു. അതാണ് 5-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 47:5. അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. മൊർദെഖായി അപേക്ഷിച്ചില്ലേ? ഏലിയ അപേക്ഷിച്ചില്ലേ? നോഹയും ലോത്തും അതേമാതിരി അവൻ അത്യുന്നതനായ ദൈവത്തോട് അപേക്ഷിച്ചു. അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. അതാണ് കാര്യം. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് ദൈവം അവനെ ശക്തനാക്കി. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.